ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കട്ടെ. കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവായ ദൈവത്തോട് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ ശ്രവിക്കുവാൻ പോകുന്ന തിരുവചനത്തിലൂടെ ഞങ്ങളുടെ വിശ്വാസത്തെ നീ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ അസ്വാതന്ത്ര്യത്തിൻ്റെ മേഖലകളെ നീ വിശുദ്ധീകരിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവമാക്കി മാറ്റണമേ. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷത്തിൻ്റെ സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ച പരിശുദ്ധ കന്യകാമറിയമേ, ദൈവസന്നിധിയിൽ ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല മാലാഹമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ ഇരുവശങ്ങളിലുള്ളവരെ ഒന്ന് മുഖത്ത് നോക്കി കരങ്ങൾ കൂപ്പി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഒന്നിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗലാത്യരുടെ ലേഖനം 5-ാം അധ്യായം 1-ാം തിരുവചനം നമുക്കൊന്ന് ശ്രവിക്കാം. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിൻ്റെ നുഹത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. അടിമത്തത്തിൻ്റെ നുഹത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന യുവാവായ മകനെയും കൊണ്ട് മാതാപിതാക്കൾ ധ്യാനകേന്ദ്രത്തിൽ വരികയുണ്ടായി. അവൻ്റെ ജീവിതത്തിലെ പലവിധത്തിലുള്ള അടിമത്തങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട്, അതിൽ നിന്ന് വിടുതൽ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് അവർ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നത്. ഒത്തിരി സ്ഥലങ്ങളിൽ അവർ കടന്നുപോയി, ഒത്തിരി ടെക്നിക്കുകളിലൂടെ കടന്നുപോയി, ഒത്തിരി മെഡിസിൻസ് അവരെടുത്തു നോക്കി ഈ വിടുതൽ ഈ മകന് ലഭിക്കുവാനായിട്ട്. എന്നാൽ ഈ മരുന്നോ, അതുപോലെ തന്നെ ഇവന് കണ്ടെത്തിയ ടെക്നിക്സ്, യോഗ, അതുപോലെ തന്നെ പ്രാണിക് ഹീലിംഗ്, റേഖി തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ടെക്നിക്സ്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ രൂപപ്പെടുന്ന ടെക്നിക്സിലൂടെ ഇതിന് വിടുതൽ ലഭിക്കുമെന്ന് ആഗ്രഹിച്ച് ഈ മകനെയും കൊണ്ട് പല സ്ഥലങ്ങളിലും അവർ പോവുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഒരിടത്തു നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ അഭിഷേകം ഈ കുഞ്ഞിന്, ഈ യുവാവായ മനുഷ്യന് കിട്ടിയില്ല. അങ്ങനെയാണ് അവർ ധ്യാനകേന്ദ്രത്തിലേക്ക് വിടുതലിനായിട്ട് കടന്നു വന്നത്. അവനുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ പറയുകയാണ്, അച്ഛാ, എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്താണ് ഇവൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ കടന്നു വന്നത്. ഇപ്പോഴവന് പ്രാർത്ഥനയോട് താല്പര്യമില്ല, പഠനത്തോട് താല്പര്യമില്ല, എല്ലാം എന്തെങ്കിലുമൊക്കെ പിച്ചും പേയൊക്കെ പറയുന്ന അവസ്ഥയിലെത്തുകയാണ്. അവന് രാത്രിയിൽ ഉറക്കമില്ല. ഇവൻ്റെ ഈ അവസ്ഥയിൽ ഞങ്ങളുടെ കുടുംബം വല്ലാത്തൊരു ദുരിതത്തിലാണ്, അസമാധാനത്തിലാണ്. രോഗത്തിൻ്റെ ഭീതി, അതിനേക്കാൾ മറ്റൊന്ന് കടബാധ്യതകളാണ്. കാരണം വാങ്ങിക്കുന്ന പൈസകൾ ചിലവിന് തികയുന്നില്ല. രണ്ടുപേർക്കും നല്ല ജോലിയുണ്ട്, പക്ഷേ വരുന്ന പൈസകൾ എവിടെ പോകുന്നുവെന്ന് അറിയുന്നില്ല. പ്രിയമുള്ളവരെ, അവരുമായിട്ട് ഇരുന്ന് സംസാരിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില മേഖലകൾ അവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് ദൈവം ഇടപെട്ടു. ഏതൊക്കെ മേഖലകളിലാണ് തിരുത്തേണ്ടതെന്ന് അവർ തിരിച്ചറിഞ്ഞ് യേശുവിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. കാരണം അവനാണ് ഈ ലോകത്തിൽ സകലരെയും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ വന്നതെന്ന് അവർ ആഴമായിട്ട് വിശ്വസിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് വരെ അവർ പലതരത്തിൽ, പല രീതിയിൽ ഇതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ശ്രമിച്ചു. വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി, ആൾദൈവങ്ങളുടെ പിന്നാലെ പോയി, ടെക്നിക്കുകളുടെ പിന്നാലെ പോയി. ഒരിടത്തും അവർക്ക് സൗഖ്യം ലഭിച്ചില്ല. ആ ദിനത്തിൽ ഈ മാതാപിതാക്കളും ഈ യുവാവായ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റും അവൻ തിരിച്ചറിഞ്ഞു, ഇനി ഈശോയ്ക്ക് മാത്രമേ എനിക്ക് സ്വാതന്ത്ര്യം തരാൻ പറ്റൂ, ഈശോയ്ക്ക് മാത്രമേ എന്നെ സൗഖ്യപ്പെടുത്താനായിട്ട് പറ്റൂ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആ ദിനത്തിൽ അവരൊരു തീരുമാനമെടുത്തു. ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി മാത്രം, ഈശോ രക്ഷകനും നാഥനുമാണെന്ന് മാത്രം വിശ്വസിച്ച് അവന് യോഗ്യമായിട്ട് ജീവിക്കുവാൻ. പ്രിയമുള്ളവരെ, ആ ദിനത്തിൽ മുതൽ അവൻ്റെ കുടുംബത്തിൽ, അവൻ്റെ വ്യക്തി ജീവിതത്തിൽ, അവൻ്റെ പഠന മേഖലകളിൽ ദൈവം ഇടപെടാനായിട്ട് തുടങ്ങി. വലിയ വിടുതലും സ്വാതന്ത്ര്യവും നൽകി.
പത്രോസ്ലീഹയുടെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പ്രകാരം പറയുകയാണ്, നന്മ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ മൂഢരായ മനുഷ്യരുടെ അജ്ഞതയെ നിശബ്ദരാക്കണം എന്നതാണ് ദൈവഹിതം. നിങ്ങൾ സ്വതന്ത്രരായി ജീവിക്കുവിൻ. നന്മ പ്രവർത്തിച്ചുകൊണ്ട് ഈ ലോകത്തിലെ മനുഷ്യരുടെ മൂഢതയെയും അജ്ഞതയെയും നിങ്ങൾ നിശബ്ദമാക്കണം എന്നതാണ് ദൈവത്തിൻ്റെ ഹിതം. നിങ്ങൾ സ്വതന്ത്രരായി ജീവിക്കണം. പ്രിയമുള്ളവരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നമ്മളെ വിളിച്ചത്. ഇന്ന് ഈ സ്വാതന്ത്ര്യം ഞാനും നിങ്ങളും അനുഭവിക്കുന്നുണ്ടോ എന്ന് ഈ ദിനത്തിൽ നിങ്ങൾ ആത്മാർത്ഥതയോടെ തമ്പുരാൻ്റെ സന്നിധിയിലിരുന്ന് ചോദിക്കണം. എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? രോഗത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? കടബാധ്യതയിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? കുടുംബത്തിലെ തകർച്ചയിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? പാപത്തിൻ്റെ മേഖലകളിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ ഇന്ന് ഈ അടിമത്തങ്ങളിൽ, ഈ തിന്മകളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലാണോ ജീവിക്കുന്നത്? അല്ലെങ്കിൽ ഈ ദിനത്തിൽ ഈശോയിൽ പൂർണ്ണമായിട്ട് നമ്മളെ സമർപ്പിച്ച് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക. കാരണം അവന് മാത്രമേ നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനായിട്ട് പറ്റുകയുള്ളൂ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ, ശബ്ദമുയർത്തി ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ചിലരൊക്കെ പറയുന്നുണ്ട്, അച്ഛാ നന്മ ചിന്തിക്കാനായിട്ട് പോലും കഴിയുന്നില്ല, എവിടെ നോക്കിയാലും അസ്വസ്ഥതയാ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വരൂപത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഭക്തിയുടെ അനുഭവം വരുന്നില്ല. എൻ്റെ ചിന്തകൾ മാറിപ്പോവുകയാണ്, ജഡികമായ മനോഭാവങ്ങൾ എൻ്റെ ഉള്ളിൽ കടന്നു വരികയാണെന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ കൗൺസിലിംഗ് ആയിട്ട് വരുമ്പോൾ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് നീ പ്രാർത്ഥിക്ക്, ഈ തിന്മയിൽ നിന്ന് ദൈവം മോചിപ്പിക്കും, ഈശോ സൗഖ്യപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ അവർ ആ നിമിഷം മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവായ ഈശോയെ, നിന്റെ തിരുരക്തത്താൽ ഈ പാപമിളച്ച ചിന്തകൾ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരെ സ്വാതന്ത്ര്യം കൊടുത്ത്, വിടുതൽ കൊടുത്ത്, വിശുദ്ധമായ ചിന്തകൾ കാണുവാനായിട്ട് ആ വ്യക്തികളെ രൂപപ്പെടുത്തി. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ അറിയുന്നുണ്ട് പൗലോസ്ലീഹ എത്രമാത്രം തകർച്ചകളിലൂടെ കടന്നുപോയതാണ്, എത്രമാത്രം അസ്വസ്ഥതകളാണ് ഈ പൗലോസ്ലീഹ നേരിട്ടത്. ഈ പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ ദുർഭകനായ മനുഷ്യൻ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ 16 മുതലുള്ള വചനങ്ങളിലൂടെ പൗലോസ്ലീഹ പറയാണ്, ഞാൻ ജഡികനായ മനുഷ്യനാണ്, ജഡികനായ മനുഷ്യനായി പോയി. നന്മ ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ആഗ്രഹിക്കാത്ത തിന്മയാണ് പലപ്പോഴും ഞാൻ പ്രവർത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, തുടർന്ന് പൗലോസ്ലീഹ വലിയൊരു സത്യം പഠിപ്പിക്കുകയാണ്. ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? തുടർന്ന് വചനം 7-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ വലിയ ഉറപ്പോടെ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, പൗലോസ്ലീഹ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം അനുഭവിക്കുവാൻ പൂർണ്ണമായിട്ട് ഈശോയിൽ അടിയുറച്ചൊരു വിശ്വാസത്തോടെ നിലപാടുകൾ എടുക്കുവാനായിട്ട് തയ്യാറായി. അതുകൊണ്ടാണ് ഗലാത്യയുടെ ലേഖനത്തിൽ 2-ാം അധ്യായം 20 പറയുകയാണ്, എൻ്റെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. നമ്മുടെ അസമാധാനങ്ങൾ, അസ്വാതന്ത്ര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമെങ്കിൽ യേശു ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ച് അവൻ്റെ കരത്തിന് കീഴിൽ നമ്മളെ വിട്ടുകൊടുത്ത് ജീവിക്കാനായിട്ട് തയ്യാറാകണം. അപ്പോൾ അവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം ലഭിക്കും. ചിലർ പറയും, പാപത്തിൻ്റെ അടിമത്തത്തിലാണ് ഞാൻ. കാരണം പലപ്പോഴും ഞാൻ പലതരത്തിലുള്ള പാപബന്ധനങ്ങൾ, യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 8ഉം 9ഉം തിരുവചനങ്ങളിലൂടെ വലിയൊരു ശക്തമായ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നീ വലിയ പാപത്തിന് അടിമയായിരിക്കാം, ആഗ്രഹിക്കാത്ത തരത്തിലുള്ള മ്ലേച്ഛ പാപങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, യേശു നാമത്തിൽ നീ പ്രാർത്ഥിക്ക്, യേശുവിൻ്റെ രക്തത്താൽ ഈ പാപബന്ധനങ്ങളിൽ നിന്ന് നിനക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിയും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 8ഉം 9ഉം തിരുവചനം. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, പാപത്തിൻ്റെ പിടിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് കർത്താവായ ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം എന്താണ്? അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 43-ാം തിരുവചനത്തിൽ പറയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഏവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന്
പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ പാപത്തിന് അടിമപ്പെട്ട വ്യക്തികളുടെ ജീവിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ആ നാമത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഈ പാപത്തിൻ്റെ ബന്ധനങ്ങൾ, കെട്ടുകൾ അവനിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. അവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കും. ഈശോയുടെ ജനനം തന്നെ വളരെ വ്യക്തമായിട്ട് മാലാഖ് പറയുന്നില്ലേ? വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ അരികിലേക്ക് മാലാഖ് വന്ന് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുവചനത്തിലൂടെ വളരെ ശക്തമായ ഭാഷയിൽ അവിടെ പറയുന്നുണ്ട്, അവൻ മനുഷ്യരുടെ പാപങ്ങൾ മോചിക്കും. ആ വചനമൊന്ന് ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തില് ഒരു സംവിധാനത്തിന്, ഒരു ആൾ ദൈവത്തിന്, ഒരു മന്ത്രത്തിന്, തന്ത്രത്തിന്, ഈ ലോകത്തിൻ്റെ ഒരു സംവിധാനത്തിനും മനുഷ്യൻ്റെ പാപങ്ങൾ മായ്ക്കുവാനായിട്ട് സാധിക്കുകയില്ല. അവൻ്റെ പാപങ്ങൾ മായ്ക്കുവാൻ, ആ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കൊടുക്കുവാനായിട്ട് കർത്താവായ ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ. അവൻ്റെ തിരുരക്തത്തിലൂടെയാണ് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. അതുകൊണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ശ്ലീഹ പറയുകയാണ്, 6-ാം അധ്യായം 6-7 തിരുവചനം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. പ്രിയമുള്ളവരെ, കൊറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13 പറയുന്നുണ്ട്, പാപത്തിൽ നിന്നും പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകും. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ അവസ്ഥകളുണ്ടോ, പാപത്തിൻ്റെ പ്രലോഭനങ്ങളുണ്ടോ? ഇത് നിന്നെ അസമാധാനത്തിലേക്ക്, അസ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് വിടുതൽ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവായ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. ഓരോ ശ്വാസത്തിലും യേശുവേ നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഓരോ ശ്വാസത്തിലും കർത്താവെ വിശുദ്ധമായ ചിന്തകൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. യേശു നാമത്തിൽ പ്രാർത്ഥിച്ചാൽ നിനക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്, ശാപത്തിൽ നിന്ന് നമ്മെ സ്വാതന്ത്ര്യം നൽകുവാൻ കർത്താവായ ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പലതരത്തിലുള്ള ശാപബന്ധനങ്ങളിൽ ഇന്ന് മനുഷ്യൻ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലെ കടബാധ്യതകൾ, രോഗപീഠകൾ, ഇത് ഏതോ ശാപം മൂലം എൻ്റെ കുടുംബത്തിൽ വന്ന് ഭവിച്ചതാണെന്ന് പറഞ്ഞ് നെട്ടോട്ടമോടുന്ന അനേകരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ ബന്ധനങ്ങൾ മാറ്റുവാൻ ഈശോയ്ക്ക് കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ് നീ ദിവ്യകാരുണ്യ ഈശോയുടെ അരികിലേക്ക് വരണം, വചനത്തിൽ വസിക്കുന്ന ഈശോയിലേക്ക് വരണം. കാരണം അവൻ മാത്രമേ നിന്റെ ശാപബന്ധനങ്ങളെ നിന്നിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ട് കഴിയുകയുള്ളൂ. ഗലാത്യരുടെ ലേഖനത്തിൽ 3-ാം അധ്യായം 13-ാം തിരുവചനത്തിലൂടെ എങ്ങനെയാണ് ഈശോ ലോകത്തിലെ സകല മനുഷ്യരുടെയും ശാപങ്ങളെ തുടച്ചു മാറ്റിയതെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഗലാത്യരുടെ ലേഖനം 3-ാം അധ്യായം 13. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്നെഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏതെങ്കിലുമൊക്കെ മനുഷ്യർ എൻ്റെ ജീവിതം ശാപമാണ്, ശാപം മൂലമാണ് ഈ രോഗങ്ങൾ, ഈ തകർച്ചകൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ, സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ നിന്റെ ശാപങ്ങളെ ഏറ്റെടുത്ത ക്രിസ്തുവിലേക്ക് തിരിയണം, യേശുവിൻ്റെ കുരിശിലേക്ക് കടന്നു വരണം. കാരണം നിയമാവർത്തന പുസ്തകം 21-ാം അധ്യായം 22-ഉം 23-ഉം തിരുവചനങ്ങളിലൂടെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഈശോ നമ്മുടെ ശാപബന്ധനങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായത്. എന്നാ വചനം നമുക്കൊന്ന് ശ്രവിക്കാം. ഒരുവൻ മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റം ചെയ്യുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്താൽ അവനെ നീ മരത്തിൽ തൂക്കുക. ശവം രാത്രി മുഴുവൻ മരത്തിൽ തൂങ്ങിക്കിടക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന സ്ഥലം അശുദ്ധമാക്കാതിരിക്കുവാൻ അന്ന് തന്നെ അത് മറവു ചെയ്യണം. മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിലെ വ്യക്തി ജീവിതത്തിലെ ശാപങ്ങൾ മാറ്റുവാൻ ഈശോ ശപിക്കപ്പെട്ടവനായി തീർന്നു. കാരണം നിയമാവർത്തന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. ഈശോ ഏതെങ്കിലും പാപം ചെയ്തോ? ഈശോയുടെ ജീവിതത്തിൽ ഏതെങ്കിലും ശാപബന്ധനങ്ങൾ ഉണ്ടായിരുന്നോ? എന്നിട്ടും അവൻ ശപിക്കപ്പെട്ടവനായി തീർന്നത് നിന്റെ ശാപങ്ങൾ മാറ്റുവാനാണ്, നിന്റെ ജീവിതത്തിലെ ശാപബന്ധനങ്ങൾ എടുത്തു മാറ്റുവാനാണ്. അതുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ നിന്റെ കുരിശിലെ ബലിയാൽ എൻ്റെ ശാപബന്ധനങ്ങളെ
എടുത്തു മാറ്റണമേ എന്ന്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്, ചിലർ ദാരിദ്ര്യത്തിൻ്റെ തലത്തിൽ അടിമത്തത്തിലാണ്. ദാരിദ്ര്യത്തിൻ്റെ അടിമത്തം. കാരണം ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. എപ്പോഴും ദാരിദ്ര്യം. പലതരത്തിലുള്ള ദാരിദ്ര്യങ്ങളുണ്ട്. ആത്മീയ ദാരിദ്ര്യമുണ്ട്, സ്നേഹത്തിനായുള്ള ദാരിദ്ര്യമുണ്ട്, അല്ലേ, എല്ലാ പലതരത്തിലുള്ള ദാരിദ്ര്യങ്ങൾ, മാനസികമോ ശാരീരികമോ എല്ലാ തലങ്ങളിലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. ആത്മീയ ദാരിദ്ര്യം എന്താണ്? പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നില്ല, പ്രാർത്ഥനയിൽ വളരാൻ കഴിയുന്നില്ല. അതൊരു ദാരിദ്ര്യമാണ്. ഈ ദാരിദ്ര്യത്തിൽ നിന്ന് നിന്നെ സ്വാതന്ത്ര്യം നൽകുവാനായിട്ട് ഈശോ ദരിദ്രനായി തീർന്നു. നമ്മൾ കാണുന്നുണ്ട് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 8-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ പ്രകാരം പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെയാണ്. ഈ ലോകത്തിൽ ആരും ദാരിദ്ര്യത്തിൻ്റെ അടിമത്തത്തിൽ, അസമാധാനത്തിൽ കഴിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും സമ്പന്നതയിൽ ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം നിന്നെ സമ്പന്നനാക്കുവാൻ വേണ്ടിയാണ് അവൻ കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ അവൻ ദരിദ്രനായി ജീവിച്ചത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ നന്ദി. അപ്പോൾ നമ്മുടെയൊക്കെ ദാരിദ്ര്യം, ഈ ദാരിദ്ര്യത്തിൽ നിന്ന് വിടുതൽ ലഭിക്കണം, സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ നമ്മൾ ഈശോയുടെ പീഡാസഹനങ്ങളെ ഒന്ന് ധ്യാനിച്ച്, ഈശോയുടെ ദാരിദ്ര്യത്തെ ഒന്ന് ധ്യാനിച്ച് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പിതാവേ, ഞങ്ങളുടെ ദാരിദ്ര്യം മാറ്റുവാൻ ഈശോ ദരിദ്രനായി തീർന്നു. ആ ദാരിദ്ര്യത്തിൻ്റെ മഹത്വത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലെ ദാരിദ്ര്യം എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ദാരിദ്ര്യം ദൈവം എടുത്തു മാറ്റും. ഈശോയുടെ പ്രത്യേക ഇടപെടലിലൂടെ ഈ ദാരിദ്ര്യം നമ്മളിൽ വിട്ടുപോകും. ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായിട്ട് മാറും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയ. മറ്റൊന്ന്, രോഗങ്ങൾ. പലതരത്തിലുള്ള രോഗങ്ങളിൽ ഇന്ന് മനുഷ്യൻ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രോഗത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ന് മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. ഒരു മരുന്നും നിന്നെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തുകയില്ല. ഒരു മരുന്നും ഒരു മന്ത്രവാദവും ഒരു ടെക്നിക്സും നിന്നെ പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിക്കില്ല. ഞാൻ ആരംഭത്തിൽ പറഞ്ഞില്ലേ, ആ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, ആ എഞ്ചിനീയറിംഗ് യുവാവിൻ്റെ അവസ്ഥ പലതരങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ അവസാനം അവനൊരു സത്യം തിരിച്ചറിഞ്ഞു, ആ കുടുംബം തിരിച്ചറിഞ്ഞു, ഈശോയ്ക്ക് മാത്രമേ ഈ രോഗത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ദിനത്തിൽ അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് അവരെ നയിച്ചു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ നന്ദി. സങ്കീർത്തനം 107, 13, 20 വചനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം അവർ പലതരത്തിലുള്ള രോഗാവസ്ഥകളിലായി, പാപം മൂലം ശരീരത്തിൽ, ആത്മാവിൽ, മനസ്സിൽ രോഗികളായി തീർന്നു. ആ കഷ്ടതയിൽ അവരനുഭവിച്ച ആ അടിമത്തത്തിൽ, ആ അസ്വാതന്ത്ര്യത്തിൽ അവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിലേക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം അവരെ വചനമയച്ച് സ്വാതന്ത്ര്യം കൊടുത്തു. വചനം, ദൈവവചനമാണ് മാംസം ധരിച്ച ക്രിസ്തു. ആ ക്രിസ്തുവിൽ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ രോഗമേഖലകളിൽ സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ ഈശോയുടെ ആ തിരുമുറിവുകൾ ധ്യാനിച്ച്, ആ തിരുമുറിവുകളുടെ ശക്തിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചാൽ പൂർണ്ണ രോഗസൗഖ്യം ലഭിക്കും. എത്രയോ പേർ അങ്ങനെ സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:15 നമ്മൾ കാണുന്നില്ലേ, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. കാരണം ഈ ലോകത്തിൽ ആരെയും സൗഖ്യപ്പെടുത്തുവാൻ യേശുവിനോളം ക്ഷതമേൽപ്പിക്കപ്പെട്ടിട്ടില്ല. ശാപത്തിൻ്റെ, രോഗത്തിൻ്റെ മേഖലകളിൽ നിന്ന് ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ മരിക്കുകയും ക്ഷതങ്ങളേൽക്കുകയും മുറിവുകളേൽക്കുകയും എടുത്തത് യേശു മാത്രമാണ്, യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ യേശുവിലാണ് അഭയം തേടേണ്ടത്. നിൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അടിമത്തത്തിലാണ് നീ എങ്കിൽ ഈശോയെ വിളിക്കുക, ഈശോ നിന്നെ സൗഖ്യപ്പെടുത്തും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, ചിലർ ഭയത്തിൻ്റെ അടിമത്തത്തിലാണ്. ഭയം മൂലം ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതത്തിൽ ജീവിക്കുന്നവരെ കാണാം. എല്ലാറ്റിനെയും ഭയമാണ്. ഇരുട്ടിനെ ഭയം, പക്ഷിമൃഗാദികളെ ഭയം, ഇഴജന്തുക്കളെ ഭയം, ഉയരത്തെ ഭയം, താഴ്ചയെ ഭയം, അല്ലെ, യാത്ര ചെയ്യുമ്പോൾ ഭയം. എന്തേ ഈ ഭയങ്ങളുടെയൊക്കെ പിന്നിൽ നമ്മൾ തിരിച്ചറിയണം, യേശുവിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നില്ല, യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല. യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചാൽ, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ചോദിച്ചാൽ എല്ലാ ഭയങ്ങളും നമ്മളെ വിട്ടുപോകും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 15 ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച്
പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിലൂടെ നമ്മൾ സ്വതന്ത്രരാണ്. ഭയത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാണ്. രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത ഭയങ്ങൾ, ഭീകര ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ നമ്മൾ വിളിക്കണം, കർത്താവായ ഈശോയെ, ഈശോയെ നിന്റെ തിരുരക്തത്താൽ ഈ ഭയത്തെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കണം. നിന്റെ കുരിശിൻ്റെ ശക്തിയാൽ, കുരിശിൻ്റെ ബലത്താൽ എൻ്റെ ഭയത്തെ നീക്കണമെന്ന് നമ്മൾ ശാസിച്ച് പ്രാർത്ഥിക്കണം. കാരണം നമുക്ക് അധികാരമുണ്ട്. ജ്ഞാനസ്നാനത്തിലൂടെ നമുക്കൊരു അഭിഷേകവും അധികാരവും ദൈവം തന്നിട്ടുണ്ട്. ഈ അസ്വാതന്ത്ര്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമെങ്കിൽ നമ്മൾ ശക്തമായി യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. പൗരോഹിത്യത്തിൻ്റെ അധികാരം പോലെ തന്നെ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ളവർക്ക് അധികാരമുണ്ട്, സ്ഥൈര്യലേപനം സ്വീകരിച്ചവർക്ക് അധികാരമുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അഭിഷേകവും അധികാരവുമുണ്ട്. നമ്മൾ ആ അധികാരത്തിൽ യേശുവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ ഈ അസ്വസ്ഥതകൾ, ഭയങ്ങൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ ഭയം വിട്ടുപോകും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ, ശബ്ദമുയർത്തി ഹല്ലേലൂയാ. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 7 പറയുകയാണ്, എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ഈ ഭയത്തിൻ്റെ അസ്വാതന്ത്ര്യം നമ്മളെ മതിക്കുന്നുണ്ടെങ്കിൽ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുക. മറ്റൊന്ന്, 6-ാമത്, പലതരത്തിൽ ഇന്ന് പലരും പറയും പിശാചിൻ്റെ അടിമത്തത്തിലാണ് ഞങ്ങൾ. പിശാചിൻ്റെ അല്ലെങ്കിൽ സാത്താൻ്റെ അടിമത്തമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ. പിശാചിൻ്റെ അടിമത്തത്തിൽ, സാത്താൻ്റെ അടിമത്തത്തിലാണെങ്കിൽ നീ യേശുനാമത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കണം. കാരണം എന്താണ്? അവന് ഈ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് നിനക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയാണ് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. പിശാചിൻ്റെ മേൽ, പിശാചിൻ്റെ തല തകർക്കുവാൻ തക്ക വിധമുള്ള ശക്തി, അഭിഷേകം യേശു ഇതിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലിനുണ്ട്. നമുക്ക് ആ വചനം ഒന്ന് ശ്രവിക്കാം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗം. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയ, ശബ്ദമുയർത്തി ഹല്ലേലൂയാ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പലതരത്തിലുള്ള പൈശാചികമായ സാത്താൻ്റെ തിന്മകൾ നമ്മുടെ കുടുംബങ്ങളിൽ അസ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം തരുന്നുണ്ടെങ്കിൽ യേശുനാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. കാരണം ശിഷ്യന്മാർ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ വചനം ഉപയോഗിച്ച് തിന്മയുടെ ശക്തികളുടെ മേൽ ആധിപത്യത്തെ മണ്ണിൽ എടുത്തു മാറ്റുവാനായിട്ട് അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ സ്വതന്ത്രരായി. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ സ്വാതന്ത്ര്യം നൽകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. യേശുനാമത്തിൽ പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 118:5 പറയുന്നുണ്ട്, ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? പ്രതിസന്ധിയുടെ നടുവിൽ യേശുവിനെ മറന്നുപോകും നമ്മൾ. ശിഷ്യന്മാർക്ക് സംഭവിച്ച അതാണ് അല്ലേ? ശക്തമായ തിരമാലകളുടെ മുമ്പിൽ അവർ ഭയപ്പെട്ടു പോയി. അവരുടെ ഇത് വഞ്ചിയിലുറങ്ങുന്ന ഈശോയെ അവർ മറന്നുപോയി. ആദ്യം ഭയത്തിന് അസ്വസ്ഥതയായി, പലതരത്തിൽ അവർ ആകുലപ്പെടാൻ തുടങ്ങി. എന്നാൽ യേശുവിനെ വിളിച്ചുണർത്തിയപ്പോൾ ആ ഭയങ്ങളൊക്കെ അവരിൽ നിന്ന് വിട്ടുപോയി. പിശാചിൻ്റെ പൈശാചിക ബന്ധനങ്ങൾ, അസ്വസ്ഥതകൾ, പ്രപഞ്ചത്തിലുള്ള അസ്വസ്ഥതകൾ, രോഗമേഖലകളിലുള്ള അസ്വസ്ഥതകൾ, ഭക്ഷണത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ വിട്ടുപോകണമെങ്കിൽ യേശുനാമത്തിൽ പ്രാർത്ഥിച്ച് നമ്മൾ ഭക്ഷിക്കണം. യേശുനാമം വിളിച്ച് യാചിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ബന്ധനങ്ങൾ വിട്ടുപോകും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ, ശബ്ദമുയർത്തി ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സങ്കീർത്തനൻ പറയാനുണ്ട്, കഷ്ടതയിൽ ഞാൻ അടിമപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിച്ചു. ദൈവം നമ്മളെ മോചിക്കുവാനായിട്ട്, സ്വാതന്ത്ര്യം നൽകി അനുഗ്രഹിക്കുവാനായിട്ട് കാത്തിരിക്കുക. കരങ്ങൾ വിരിച്ചു പിടിച്ച് എൻ്റെ ദൈവമകൻ, ദൈവമകൾ എന്നെ ഒന്ന് വിളിക്കട്ടെ, അവൻ്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടണമെന്ന ആഗ്രഹത്തോടെ ദൈവം നമ്മുടെ മധ്യേ ഇന്നുണ്ട്. വെളിപാട് പുസ്തകം 3:20 നമ്മൾ കാണുന്നുണ്ടില്ലേ? നിന്റെ ഹൃദയ കവാടത്തിന് മുമ്പിൽ അവൻ വന്ന് നിൽക്കുകയാണ്. നിന്റെ ഹൃദയ കവാടം തുറന്ന് നീ അവനെ വിളിച്ചാൽ അവൻ നിന്റെ ഉള്ളിൽ കടന്നു വരും. നിന്റെ ജീവിതത്തിലെ എല്ലാ അസ്വാതന്ത്ര്യത്തെയും അവൻ തുടച്ചു നീക്കി സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. ഈ ദിനത്തിൽ നമ്മൾ തിരിച്ചറിയണം, ഇന്ന് ഏതൊക്കെ അസ്വാതന്ത്ര്യത്തിലാണ് ഞാൻ, ഏതൊക്കെ മേഖലകളിലാണ് ഞാൻ ഇന്ന് ബന്ധനസ്ഥനായി കിടക്കുന്നത്. ഈ ബന്ധനങ്ങളുടെ ചങ്ങലകൾ പൊട്ടിക്കുവാൻ ഈ ലോകത്തിൽ നസ്രായനായ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു സംവിധാനത്തിനും ഒരു വ്യക്തികൾക്കും ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും
പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുവാൻ സാധിക്കുകയില്ല. ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ. കാരണം മനുഷ്യൻ്റെ എല്ലാ അസ്വാതന്ത്ര്യങ്ങളുടെ മേഖലകളുടെയും നിഴലുകളെയും എടുത്തു മാറ്റുവാൻ ഈശോ ഈ മേഖലകളിലൂടെ നടന്നു നീങ്ങി. ഈശോ ഈ മേഖലകളിലൂടെ നടന്നു നീങ്ങി എനിക്ക് വേണ്ടി. എൻ്റെ ജീവിതത്തിലെ അസമാധാനം എടുത്തു മാറ്റുവാൻ, എൻ്റെ ജീവിതത്തിലെ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ എടുത്തു മാറ്റുവാൻ, എൻ്റെ ജീവിതത്തിലെ കടബാധ്യതയുടെ ബന്ധനങ്ങൾ എടുത്തു മാറ്റുവാൻ, എൻ്റെ ജീവിതത്തിലെ കുടുംബ ബന്ധങ്ങളിലെ അസ്വസ്ഥതകൾ എടുത്തു മാറ്റുവാൻ, ദാരിദ്ര്യത്തിൻ്റെ, ശത്രുതയുടെ, ചിലരുടെയൊക്കെ കുടുംബങ്ങളിൽ പലതരത്തിലുള്ള ശത്രുതയുടെ ബന്ധനങ്ങളിൽ ജീവിക്കുകയാണെങ്കിൽ യേശുവിനെ വിളിക്കണം. കാരണം എന്താണ്? അവൻ ഇരുകൂട്ടരുടെയും സമാധാനമാണ്. വചനം പഠിപ്പിക്കുകയാണ്, അവൻ ഇരുകൂട്ടരുടെയും സമാധാനമാണ്. ഈ ദിനത്തിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഈ വചന വിചിന്തനത്തിലൂടെ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. തിരുവചനം പറയുകയാണ്, നിങ്ങൾ ശ്രവിച്ച വചനം മൂലം നിങ്ങൾ ഇന്ന് ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ആമേൻ, ഹല്ലേലൂയാ. ഉണർവോടെ ഹല്ലേലൂയാ. യേശുവേ നന്ദി. രോഗത്തിൽ നിന്ന് രക്ഷിക്കുന്ന യേശുവേ നന്ദി. പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന യേശുവേ നന്ദി. ശത്രുതകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന യേശുവേ നന്ദി. ഭയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന യേശുവേ നന്ദി. സാത്താന്റെ കുടില തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന യേശുവേ നന്ദി. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ നമ്മളൊരു നല്ല തീരുമാനമെടുക്കണം. എൻ്റെ ജീവിതത്തിലെ ബന്ധനങ്ങളുടെ അസ്വാതന്ത്ര്യത്തിൻ്റെ മേഖലകളിൽ ഞാൻ എൻ്റെ യേശുവിനെ വിളിക്കും, യേശുവിൻ്റെ നാമം വിളിക്കും, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കും. കാരണം എന്താണ്? ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയ ശക്തമായ നാമമാണ് യേശുനാമം. ആ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ ഒത്തിരിയേറെ ധ്യാന കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പല വചന ശുശ്രൂഷകളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒത്തിരി പേര് ശാലോം മിനിസ്ട്രിയിലൂടെ, വചനം തിരുവചനത്തിലൂടെ, അതുപോലെ തന്നെ മറ്റുള്ള സൗഖ്യ ആരാധനകളിലൂടെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ്? നമ്മളത് ഉപയോഗിക്കാറില്ല. ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞ് പ്രശ്നം വരുമ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ അസ്വസ്ഥതയ്ക്ക് അടിമപ്പെടുകയാണ്. വിളിക്കണം യേശുവിനെ. ആരൊക്കെ വിളിച്ചോ അവിടെയൊക്കെ വിടുതൽ നൽകിയിട്ടുണ്ട്, സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. രോഗത്തിൻ്റെ മേഖലകളിൽ നിനക്ക് വിടുതൽ വേണമെങ്കിൽ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കണം. ഓരോ ശ്വാസത്തിലും എൻ്റെ ഈശോയെ എന്നെ രക്ഷിക്കണമേ, ഈശോയെ നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, ഈശോയെ നിൻ്റെ പീഡാസഹനങ്ങളുടെ യോഗ്യതയാൽ എൻ്റെ അസ്വാതന്ത്ര്യത്തെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിന് നമുക്ക് സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല. ദിവ്യകാരുണ്യ സന്നിധിയിൽ വന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ സമയമില്ല. വചനമെടുത്ത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ ഇന്ന് സമയമില്ലാതെ പോകുന്നത് കൊണ്ട് മനുഷ്യ ജീവിതങ്ങൾ ഇന്ന് അസ്വാതന്ത്ര്യത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളിൽ അസമാധാനം, എല്ലാ തരത്തിലും അസ്വാതന്ത്ര്യം. അപ്പോസ്തല പ്രവർത്തനം 4:12 പറയുകയാണ്, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമം യേശുനാമമാണ്. കാരണം ഈ നാമത്തിന് വലിയ ശക്തിയുണ്ട്. പിശാചുക്കൾക്കറിയാം, പക്ഷെ വിശ്വാസികൾക്കറിയില്ല. അതുകൊണ്ട് എന്താണ്? വിശ്വാസികൾ യേശുനാമം വിളിക്കാതിരിക്കുവാനായിട്ട് പിശാച് പലതരത്തിലുള്ള ചിന്തകൾ കൊടുത്ത് ഈ വ്യക്തികളെ യേശുവിൽ നിന്ന് അകറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രശ്നം വരുമ്പോൾ യേശുവിനെ വിളിക്ക്, അവിടെ വിടുതലുണ്ടാകും, സൗഖ്യമുണ്ടാകും. നമുക്ക് ഒരു നിമിഷം തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് സമർപ്പിക്കാം. എല്ലാവരും ഒന്ന് നേരെ ഇരിക്കട്ടെ. നീ എവിടെയായിരുന്നോളട്ടെ, ഈ നിമിഷം ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ ഒന്ന് തമ്പുരാൻ്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി ഒന്ന് അടിമപ്പെടുക. നിന്നെ തന്നെ ഒന്ന് അടിയറ പറയുക. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ അസ്വാതന്ത്ര്യത്തിൻ്റെ മേഖലകൾ ഇതൊക്കെയാണ്. പലതരത്തിലുള്ള രോഗങ്ങൾ, പലതരത്തിലുള്ള ശാപങ്ങൾ, പലതരത്തിലുള്ള ദാരിദ്ര്യങ്ങൾ, പലതരത്തിലുള്ള രോഗങ്ങൾ, പലതരത്തിലുള്ള ഭയങ്ങൾ, പലതരത്തിലുള്ള ശത്രുതകൾ, സാത്താൻ്റെ കുടില തന്ത്രങ്ങൾ ഇന്ന് എൻ്റെ കുടുംബത്തെ, എൻ്റെ വ്യക്തി ജീവിതത്തെ അടിമത്തത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈശോയെ, നീ ഈ ദിനത്തിൽ എൻ്റെ കുടുംബത്തെ ഏറ്റെടുക്കണമേ, തിരുരക്തത്താൽ കഴുകണമേ, സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. വചനം പറയുകയാണ്, ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 32, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഇരു കരങ്ങളും ഒന്ന് ഉയർത്തട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ദൈവമേ, എല്ലാ ശാപബന്ധനങ്ങളിൽ നിന്ന്, രോഗബന്ധനങ്ങളിൽ നിന്ന്, കടബാധ്യതയുടെ ബന്ധനങ്ങളിൽ നിന്ന്, അസമാധാനത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് യേശുനാമം വിളിക്കട്ടെ. എല്ലാവരും യേശുവേ നന്ദി, യേശുവേ സ്തുതി. അല്പനേരം സ്വതന്ത്രമായിട്ട് സ്തുതിക്കട്ടെ, സ്വതന്ത്രമായിട്ട് സ്തുതിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന്
പരിശുദ്ധാത്മാവിൻ്റെ ഉണർവ് ലഭിക്കുവാൻ നമുക്കൊരിക്കൽ കൂടി ഒരു ഗാനം ആലപിച്ച് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് തുടർന്ന് പ്രവേശിക്കാം. ഒരു നിമിഷം നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. ഉണർവോടെ തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കുക. നിന്റെ കുടുംബത്തിൽ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ, അസ്വസ്ഥതകളുണ്ടെങ്കിൽ ഈ നിമിഷങ്ങളിൽ ഈശോ വിടുതൽ പ്രാപിക്കുവാൻ, വിടുതൽ തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നീ വിടുതൽ പ്രാപിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ഒരു ഗാനം ആലപിച്ച് നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിൻ, അഗ്നിയയക്കൂ, ക്രോധത്തിൻ ശക്തിമേൽ നിൻ, അഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിൻ, അഗ്നിയയക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ, പാപത്തിൻ ശക്തിമേൽ നിൻ, അഗ്നിയയക്കൂ, ക്രോധത്തിൻ ശക്തിമേൽ നിൻ, അഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിൻ, അഗ്നിയയക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ, പാപത്തിൻ ശക്തിമേൽ നിൻ, അഗ്നിയയക്കൂ, ക്രോധത്തിൻ ശക്തിമേൽ നിൻ, അഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിൻ, അഗ്നിയയക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ.